അന്നെ ശരിയായ പ്യാപ്പള തക്കാരാണ് കഴിക്കുന്നത്. പ്യാപ്പളുടെ ആൾക്കാർ വന്നാൽ എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലുണ്ട്. അതിനെക്കാട്ടി അതിൻ്റെ അപ്പുറത്തെ തക്കാർ ബസ്സൊന്നും ഇല്ല. ഒരു ട്രാവലറാ കിട്ടിയിട്ടില്ല. അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഓടി കയറിയിട്ടില്ല. ഇറങ്ങണോ? ഇറങ്ങട്ടെ. ആ പുള്ളിനെ കിട്ടി. പുള്ളിയതാ. ഫൈനലി ആഫ്റ്റർ എ ലോങ് ജേണി, എന്താ പറയുക, 3-4 ദിവസത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ ഗുവാഹട്ടി. നമ്മളൊരു മച്ചാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ മച്ചാൻ പറഞ്ഞ് മച്ചാൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ആരാ മച്ചാന്നുള്ളത് ഞങ്ങൾക്ക് വന്നിട്ട് കാണിച്ചു തരാം. നമ്മളെ ബ്രൗണ്ട് മെസ്സേജ്. യാദൃശികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ മൊത്തം നടക്കുന്നത്. എന്താ ഏതാണെല്ലാം പയ്യനാ കാണാം. ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് മോമോസ് കഴിക്കാൻ വേണ്ടി വന്നിട്ടില്ല. അവിടെ മോമോസ് ഉണ്ട്. നല്ല ഇവിടുത്തെ ഒരു സ്ട്രീറ്റ് ഫുഡെല്ലാം കിട്ടുന്ന ഒരു ഏരിയയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ഇങ്ങനെ നടന്നു തന്നിരിക്കും. എല്ലാം ഉണ്ട്. മോമോസ്, അതേപോലെ തന്നെ പാനിപൂരി സാധനങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. ചിക്കൻ ഫ്രൈ, ചിക്കൻ റോളെല്ലാം ഇതുണ്ടോ സംഭവങ്ങളും കിട്ടും. അപ്പോൾ അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ സ്ട്രീറ്റ് ഫുഡ് സ്ട്രീറ്റ്. അങ്ങനെ ഫൈനലി നമ്മളൊരു ബസ് കയറിയുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാറി ഒരു ബസ് സ്റ്റേഷനുണ്ട്, കാനാപ്പറ എന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് എങ്ങോട്ടേക്കും പോകാനുള്ള ബസ് കിട്ടാം. പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബസ് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 10-20 മിനിറ്റ് അത്രയായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് വേണം എങ്ങോട്ടേക്കും തിരക്കാൻ വേണ്ടി. നോക്കണം. നമ്മളെ മച്ചാൻ വിളിച്ചിട്ട് മച്ചാൻ്റെ ലൊക്കേഷനിലേക്ക് പോകാനാണ് പറഞ്ഞത്. അവൻ പറഞ്ഞ കുറച്ച് മുമ്പ് ഞാൻ അറിയുമെങ്കിൽ കൂട്ടാൻ വേണ്ടി വരികയുള്ളൂ. എന്നിട്ട് ഇപ്പം 2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്ന് വെച്ചാൽ നോ സീൻ ബ്രോ, ഐ വിൽ കം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കട്ടെ പോയിട്ടുണ്ട് അവസ്ഥ. മോനോൻ്റെ ലൊക്കേഷനിലേക്ക് വരേണ്ട ബസ്സല്ലേ ഏതാന്ന് പറഞ്ഞുതരാന്ന് പറഞ്ഞു. ഇങ്ങോട്ടേക്ക് വരാൻ ആടുന്ന പക്ഷേ 2 മണിക്കൂർ ദൂരമുണ്ട്. മോൻ ഇപ്പം വിളിച്ചാൽ കറക്റ്റ് സമയത്ത് ഞാൻ ഇറങ്ങിയ സമയത്ത് തന്നെ വിളിച്ചു. പിന്നെ എന്തായാലും അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. പരിപാടിയൊന്നുമില്ല, തിരക്കും പരിപാടിയൊന്നുമില്ല. സമാധാനത്തിൽ നോക്കിയിട്ട് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. നോക്കട്ടെ എന്താ അവസ്ഥ. ഇതാണ് നമ്മളെ ബസ്, ആസാം ബസ്. അപ്പം വൃത്തിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിപ്പോൾ നോക്കിയിട്ട് ചെയ്യണം എന്താ അവസ്ഥ എന്നുള്ളതെല്ലാം നോക്കിയിട്ട് ചെയ്യണം. അങ്ങനെ ഒരു ലോ ഫ്ലോർ ടൈപ്പ് ബസ്സാണ് ഇത്. ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണ്. ആകെ സീനായിട്ടില്ല ഇവിടെ. ഒരു സീനെന്ന് വെച്ചെങ്കിൽ മച്ചാൻ പറഞ്ഞ വഴിയിലേക്ക് സ്ഥലത്തേക്ക് പോകാനാണ് ബസ്സൊന്നും ഇല്ല. എന്നിട്ട് ഒരു ട്രാവലറാ കിട്ടിയിട്ടില്ല. ഇത് അങ്ങോട്ടേക്ക് പോകുന്ന ഓടി കയറിയിട്ടുണ്ട്. ഒന്നും അറിയില്ല സംഭവം എന്താണെന്ന്. മച്ചാൻ പറഞ്ഞ ഞാൻ ഇരുന്നേടി വരെ പോവാം. എവിടത്തെ ആളാ? ആഹാ എടാ മലയാളം അറിയടാ. എവിടത്തെ ആളാ? ആൾക്കാരുണ്ട് നമ്മളെ കൂടെ. കേരള എവിടെ? കേരള കണ്ണൂർ. കണ്ണൂർ നമ്മളെ ആൾക്കാരുണ്ട്. ഫുള്ള് സെറ്റ്. ഞാൻ ഇരുന്നേണ്ടി വരുവാ. സ്റ്റൂളും വരും. ഇവിടെ സ്റ്റൂളും വരുന്ന പോലെ ആൾക്കാരാണോ? പുല്ലിയെവിടെ? പുല്ലിക്കന്തല്ല പുലിയ. പുല്ലിയെവിടെ? പുല്ലിയല്ല, യൂട്യൂബ്. അതല്ലേ അറിയുന്നേ. വീഡിയോ കോളാന്ന് ചോദിച്ചു. വീഡിയോ കോളില് ആൾക്കാരുണ്ട്. ഇതാ വിളിച്ചു പറയുന്നുണ്ട്. എവിടെ പോകും? എവിടെ പോകും? പരിപാടി ഇവർക്കില്ല. അടുക്കിരുത്തി രണ്ടൊരു സ്റ്റൂളുമേൽ ഇരുത്തിട്ടാണ്. ഇപ്പൊ ഫുള്ള് മലയാളം അറിയുന്ന ഭായിമാരാണ്. ഇതവളെ ഭായി, ഇതവള് വേറെ ഭായി. ഇവനിക്ക് മലയാളം അറിയാം. മലയാളം ഫുള്ള് ബാംബു ബോയ്സ് പോലെയുള്ള നമ്മളെ കളികൾ ഇവിടെ മൊത്തം. എന്താ നടക്കാന്നൊന്നും അറിയില്ല. ഇങ്ങനെ പോകുന്നുണ്ട് ഒരു ട്രാവലർ എങ്ങോട്ടേക്കോ. നോക്കാം, വരാം, നോക്കാം. ഇങ്ങനെ ദൂരം എത്ര കണ്ട? 2 घंटा. 2 मणिक्കൂർ ഉണ്ടാവും പോയി. आपका नाम क्या है? अनीफ. आपका नाम? जियारुल. आपका? मुनमुन. ഫുൾ ഡിഫറെന്റ് ആൾക്കാരാണ് നമ്മളെല്ലാം ഒരുമിച്ചിട്ട് ഇങ്ങനെ ഒരു ട്രാവലർ. നമുക്ക് എന്താ അവസ്ഥ ഒന്നറിയില്ല. അതാണ് നമ്മളെ വണ്ടി. ഇതാൻ്റെ സീറ്റ്. ഫുൾ ആൾക്കാരാണ് നമ്മളെ.
ആരോ കേരളത്തിലുള്ള ആരോ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് വന്നതാ, അങ്ങനെ ഇങ്ങനെയാ, മലയാളിയാണെന്ന് പറഞ്ഞു. ഇവനിക്ക് കോച്ചു എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആൾക്കാർക്കെല്ലാം ഭയങ്കര ഇതായിട്ടുള്ള നമ്മളെ ഹനീഫ ബൈ നമ്മളെ വേറൊരു ബൈ ഫുൾ ബൈസ്. നമ്മളെ നാളെ കൂട്ടത്തിലാണ് പിള്ളേരെല്ലാം പോകുന്നുണ്ട്. അടുത്തേക്കല്ലോ നോക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നമ്മൾ ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്കാ പോകുന്നത്. ഇങ്ങനത്തെ ആൾക്കാരൊപ്പം നമ്മൾ പോകുന്നത് സെറ്റ് തന്നെ. സെറ്റല്ല ഉഷാറല്ല? നിങ്ങ വാ, ഇറങ്ങി വാന്ന് പറയുന്നല്ല. അങ്ങനെ നമ്മളെ സ്ഥലം ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ തായല ഇതിന്റെ തായല എന്റെ ഫ്രണ്ട് നിന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇവരെ ഫോൺ വിളിച്ചാരോ പറഞ്ഞതാ. നമ്മളെ മച്ചാന് നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അപ്പോ ഇറങ്ങാൻ വേണ്ടിട്ട് പോകുന്നു. നമ്മളെ ഫ്രണ്ട്സിനോടെല്ലാം ബായ് പറയാൻ വേണ്ടിട്ട്. ഇറങ്ങണോ? ഇറങ്ങട്ടെ. ഇറങ്ങാനും കിയാനും ഇരിക്കാനും പറഞ്ഞിട്ടുണ്ട് അല്ല. അപ്പൊ ഓക്കെ, താങ്ക് യു. ബാഗ് എടുക്കാം. ഓക്കെ ബൈ. മച്ചാൻ ഇവിടെ ഒരു നിന്നിട്ടുണ്ട്. ഇവരെല്ലാം നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് കീമിച്ചാട്ടില്ല. എവിടെയാണെന്ന് അറിയില്ല. ഈ വണ്ടിയിൽ നമ്മൾ ഇറങ്ങി വന്നേ. അല്ലാ, എന്താ അവസ്ഥ ഒന്നും അറിയില്ല. ഓ ഇതാ, അസ്സലാമലൈക്കും. അച്ഛാ ആരെ ബാഗ് അന്തർ. ഇത് നമ്മളെ മച്ചാൻ നമ്മളെ കൂട്ടാൻ വേണ്ടിട്ട് വന്നെ. നമ്മളെ മച്ചാനെ നമ്മളെ ബാഗിൽ എടുത്ത് നിന്നിട്ട് ഇനിയിപ്പൊ നമുക്ക് പോണം. പുള്ളിനെ കിട്ടി. പുള്ളി അതാ. നമ്മളെ മച്ചാൻ താങ്ക്സ്. ഫുള്ള് നമ്മളെ ആൾക്കാരായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവന് പറഞ്ഞ ഇവന്റെ സ്ഥലത്തേക്ക് പോണം. അപ്പൊ ഇവനാ നമ്മളെ ഫ്രണ്ട്. നമ്മൾ എന്നാലും ഇങ്ങനെ പോണം. ഓക്കെ, ടാറ്റ. എല്ലാം നമ്മളെ ദോസ് ലൂക്ക് ആയിട്ടുണ്ട് ഇവിടെ. അമ്മാരെ ഗാഡി കൊഞ്ചാ നമ്മളെ വണ്ടി കുറച്ച് മുമ്പിലുണ്ടെന്ന് ഇവൻ പറയുന്നത്. നമ്മൾ രണ്ടാളാണ് ഇങ്ങനെ പോകുന്നത്. നോഗാവിൽ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇവനെ എവിടെയോ കൂട്ടിയിട്ട് പോകാന്ന് പറഞ്ഞത്. ഇവനെ നമ്മളെ എറണാകുളത്തുള്ള നമ്മളെ ബായ്യ കൊഞ്ചാ അമ്മതാ. എന്നിട്ടാണ് നമ്മൾ പോകുന്നത്. कैरेट ठीक है हो सब अच्छा है. ओ कोई दिक्कत नहीं है, सब अच्छा है. ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ओके, नाम क्या है? निजामुद्दीन भाई. आपका नाम क्या है? അഷറദുൽ. രണ്ടാൾക്കാരുടെ നിഹാൽ. ഓക്കെ, അവളെല്ലാരും കൂടി ഇങ്ങനെ പോകുന്നുണ്ട് നമ്മളെ വണ്ടിയിൽ. കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഉഷാറായിട്ടുണ്ട്. ഫുൾ സെറ്റായി. ഇപ്പം ഫുഡ് എടുത്തിട്ട് ഇരുന്ന് നട്ട് ടേബിളിലൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ടേബിളിലെടുത്തിട്ട് വന്ന് ഇപ്പോൾ അതിലോട്ടാണ് ഉള്ള ഫുഡ് വരുന്നുണ്ട്. ഫുഡൊന്നും പുറത്തൊന്നും നയിക്കണ്ട, എല്ലാം ഞാനിവിടെ സെറ്റാക്കി നിന്ന് ട്രെയിനിൽ ഇറങ്ങിയാൽ വിളിച്ചു പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടുത്തെ വീടെല്ലാം കണ്ടോ സെറ്റ് തന്നെ. ചെക്കൻ വരുന്നുണ്ട്. ചെക്കന് ഭയങ്കര കാര്യം തന്നെയായില്ലേ. ആരോ പോലും അവന് ട്രീറ്റ് ചെയ്യുന്നു. കറണ്ട് പോയിന്. ഇനിയിപ്പോൾ അങ്ങനെ കറണ്ടും വന്നു. അന്നെ ശരിയായി പ്യാപ്പിള തക്കാരൊക്കെ കഴിക്കുന്നു. പ്യാപ്പിളുടെ ആൾക്കാർ വന്നാൽ എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലല്ലോ, അതിനെക്കാട്ട് അതിൻ്റെ അപ്പുറത്തെ തക്കാരം എനിക്ക് കയ്യില. അതാണ് സീനായിട്ടുള്ളത്. നമ്മൾ ഫുഡെല്ലാം ഉണ്ട് വന്നിട്ട്. ബിരിയാണി എന്തോന്നു, ബിരിയാണി ഉണ്ട്. പിന്നെ ഇതെല്ലോ കറികളുണ്ട്. ഏക്കാ ചിക്കൻ ഹേ, ഇത് മച്ഛലി. മീനും ചിക്കനും ബിരിയാണി ഇന്നത്തെ രാത്രിക്ക് ഡിന്നർ. കേട്ടോ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരുന്നത്.